എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഡോക്ടർ ആവുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമല്ല. പക്ഷേ ഈ ഡോക്ടർ ആവുന്ന ആ ഒരു കടമ്പ കടക്കണമെങ്കിൽ ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അവലോകനം ചെയ്തുകൊണ്ടും നല്ല നിർദ്ദേശങ്ങൾക്ക് അനുസരണമായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. പലപ്പോഴും നമുക്കറിയാം, ഇന്ത്യയിലെ MBBS സെലക്ഷന് പ്രധാനമായിട്ടും നീറ്റ് എക്സാമിനേഷൻ ഉദ്ദേശിക്കുന്നത് 20 ലക്ഷത്തിൽ പരം കുട്ടികളാണ് ഈ എക്സാമിനേഷൻ എഴുതുന്നത്. 1,20,000 സീറ്റുകളാണുള്ളത്. അപ്പോൾ ബാക്കി കുട്ടികൾ എവിടെ പോകുന്നു? എങ്ങനെയാണ് ഈ 1,20,000 സീറ്റിലേക്ക് നമുക്കൊക്കെ എത്തിപ്പെടാൻ സാധിക്കുക? അതായത് ഈ ഡോക്ടർ എന്ന് പറയുന്ന സ്വപ്നം നെഞ്ചിലിട്ട് നടക്കുന്ന സ്റ്റുഡൻസിന് എങ്ങനെ എത്തിപ്പെടാൻ സാധിക്കും? ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഗൈഡൻസും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും വഴികാട്ടികളും ഒക്കെ ആവശ്യമാണ്. ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ചാലക്കുടിയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ഒരു സഹായഹസ്തമായിട്ട് നിലകൊള്ളുന്ന എഡ്യൂഫ്ലൈ എന്ന് പറയുന്ന സ്ഥാപനം ഈ MBBS സെലക്ഷന്, നീറ്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള സെലക്ഷനും അതുപോലെ തന്നെ കൗൺസിലിങ്ങിനും തുടർ പ്രക്രിയയ്ക്കും ഒക്കെ തന്നെ സഹായമുതകുന്ന രീതിയിൽ ഒരു ഗൈഡൻസ് ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ജോസഫ് തരകൻ എന്ന് പറയുന്ന ഈ മേഖലയിൽ, ഈ വിദ്യാഭ്യാസ കൗൺസിലിംഗ് മേഖലയിലൊക്കെ വളരെ മികച്ച രീതിയിൽ വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ഒരു അധ്യാപകനാണ് നമ്മോടൊപ്പം ഉള്ളത്. ഡോക്ടറെ നമസ്കാരം. യെസ് നീറ്റ് എക്സാമിനേഷൻ +2 കഴിഞ്ഞ കുട്ടികൾക്ക് എല്ലാ വർഷവും മെയ് മാസത്തിലാണ് ഇതിൻ്റെ എക്സാം നടക്കുന്നത്. ഈ എക്സാം ഏകദേശം ഒരു 23-24 ലക്ഷം കുട്ടികളാണ് എക്സാം എഴുതുന്നത്. ഇതിൽ പകുതിയോളം കുട്ടികളാണ് ക്വാളിഫൈ ആവുന്നത്. അപ്പം ഇപ്രാവശ്യം 2025 എക്സാം എഴുതിയിട്ടുള്ളത് 23 ലക്ഷം സ്റ്റുഡൻസ് ആണ് എഴുതിയിട്ടുള്ളത്. അതിൽ ഏകദേശം ഒരു 11-12 ലക്ഷം കുട്ടികളാണ് ക്വാളിഫൈ ആയിട്ടുള്ളത്. ഈ പരീക്ഷയിൽ ക്വാളിഫൈ ആയിട്ടുള്ളത്. അതിൽ തന്നെ നമ്മുടെ ജനറൽ കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ 144 എന്നുള്ള സ്കോറിലാണ് മിനിമം അവർക്ക് കിട്ടേണ്ട സ്കോർ. 720 ആണ് ടോട്ടൽ സ്കോർ. അതിൽ 144 എങ്കിലും ഉണ്ടെങ്കിലാണ് ജനറൽ കാറ്റഗറിയിലെ സ്റ്റുഡൻസിന് അതിൽ എലിജിബിൾ ആവുന്നത്. ഇനി SC/ST എന്നുള്ള കാറ്റഗറിയിലാണെങ്കിൽ അവർക്ക് 114 എന്നുള്ള സ്കോർ ഉണ്ടായാൽ മതി, അവർ എലിജിബിൾ ആവും. എലിജിബിൾ ടു സ്റ്റഡി MBBS ഇൻ ഇന്ത്യ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾ പറയുന്നത്. അതിന് താഴെയുള്ള മാർക്കുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ വർഷത്തെ പർട്ടിക്കുലർ വർഷത്തെ ഈ കൗൺസിലിംഗ് പ്രോസസ്സിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ഇതിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എവിടെയാണ്? ഈ 1,20,000 എന്ന് പറയുന്ന ഉറപ്പായിട്ടും കിട്ടുന്ന ആ സീറ്റിലേക്ക് എത്തിപ്പെടാൻ പലപ്പോഴും അതിനുള്ള നിർദ്ദേശങ്ങൾ എന്താണ്? അതെ, ഈ 1,20,000 എന്നുള്ളത് 1,15,000 സീറ്റാണ് ഏകദേശം കപ്പാസിറ്റീസ് ഉള്ളത്. ഈ വരുന്ന വർഷത്തേക്ക് 26ലേക്ക് ഏകദേശം ഒരു 5,000 സീറ്റ് അഡീഷണൽ ആയിട്ട് വർദ്ധിപ്പിക്കാൻ ഗവൺമെന്റ് തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷത്തോട് 1,20,000 സീറ്റ് ആയിരിക്കും. ഈ 1,20,000 സീറ്റ് എന്ന് പറയുന്നത് തന്നെ അതിലേക്ക് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പ്രോസസ്സ് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതായത് ഇതിൽ നമ്മളുടെ മാർക്ക്, ഒരേ മാർക്കുള്ള കുട്ടികൾക്ക് പല റാങ്കുകളായിരിക്കും. അപ്പോൾ അതിന്റെ റാങ്കിങ് സിസ്റ്റം, അതേപോലെ തന്നെ ഇവർക്ക് കുറെ ക്വാട്ടാസ് ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജനറൽ കോട്ട പറഞ്ഞു, SC/ST കോട്ട പറഞ്ഞു. ഇനി ഇതേപോലെ തന്നെ OBC കോട്ടകളുണ്ട്, അതുപോലെ ഇക്കണോമിക്കലി ബാക്ക്വേർഡ്സിന്റെ കോട്ടകളുണ്ട്, ESI കോട്ടകളുണ്ട്, എക്സ് സർവീസ്മെന്റെ കോട്ടകളുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാത്തിലും ഹാൻഡിക്യാപ്ഡിന്റെ ഒരു കോട്ടയും കൂടിയുണ്ട്. ഈ കോട്ട സിസ്റ്റം മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഡൊമിസൈലും കൂടിയുണ്ട്. നമ്മൾ കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ 12th എക്സാം എഴുതുകയും ആധാർ കാർഡിൽ കേരളത്തിന്റെ അഡ്രസ് അയക്കുന്ന കുട്ടികളാണ് കേരളത്തിന്റെ ഡൊമിസൈൽ എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയിലത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഡൊമിസൈലുകൾ ഉണ്ടായിരിക്കും. ഇതിൽ എല്ലാ കുട്ടികൾക്കും എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഇല്ല. കേരളത്തിലത്തെ സ്റ്റേറ്റിന്റെ കൗൺസിലിംഗ് വരുന്ന സമയത്ത് കേരള ഡൊമിസൈലായിട്ട് കുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റ് സ്റ്റേറ്റ് കുട്ടികൾക്ക് കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സെയിം ലൈക്ക് തമിഴ്നാട് അല്ലെങ്കിൽ ബാംഗ്ലൂർ, പല കർണാടക ഇങ്ങനെ സ്റ്റേറ്റുകളൊക്കെ റിസ്ട്രിക്ഷൻസ് ആയിരിക്കാം. ചില സംസ്ഥാനങ്ങൾ ഓപ്പൺ ഡൊമിസൈലാണ്. അവിടെ മറ്റ് സംസ്ഥാനത്തെ കുട്ടികൾക്കും എക്സാം എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ ഡിഫറൻസുകൾ നമ്മൾ മനസ്സിലാക്കണം. ആദ്യം തന്നെ 2 ടൈപ്പിലുള്ള ഒരു കൗൺസിലിംഗ് മെത്തേഡുകൾ ഉണ്ട്. ഒന്ന് നാഷണൽ ലെവലിൽ നടക്കുന്ന MCCD ആണ്, അതാണ് ഓൾ ഇന്ത്യ കോട്ട എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് സ്റ്റേറ്റ് ലെവലുകളിൽ നടക്കുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്റ്റേറ്റുകളുടെ കൗൺസിലിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സുകളാണ്. ഇതിൽ മൊത്തം ഇന്ത്യയിലുള്ള കോളേജുകളിലെ 15% സീറ്റുകളും സെൻട്രൽ ഗവൺമെന്റിന്റെ കോട്ടയിൽ വരുന്നതാണ്, ഓൾ ഇന്ത്യ കോട്ടയിൽ വരുന്നതാണ്. അവിടെ ഏത് സ്റ്റേറ്റിലത്തെ കുട്ടികളാണെങ്കിലും ആ 15% കോട്ടയ്ക്ക് ഒരു അർഹരാണ്. ബാക്കിയുള്ള 85% സീറ്റുകളാണ് അതത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവുന്നത്. അപ്പോൾ നമ്മൾ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നത് ഗൈഡൻസോട് കൂടി അപ്ലൈ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ കുട്ടികൾ അടുത്തുള്ള അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ അടുത്തുള്ള ടൈപ്പിംഗ് സെന്ററിലോ ഒക്കെ പോയിട്ട് ഇതിന്റെ കൗൺസിലിംഗിന്റെ ഓപ്ഷൻ കൊടുക്കുന്നു. അവർക്ക് ആർക്കും അറിയുന്നില്ല. അവർ ബേസിക്കലി ഇതിന്റെ പ്രോസസ്സ് അറിയാതെയാണ് ചെയ്യുന്നത്. അവർക്ക് അഡ്മിഷൻ കിട്ടാതെ പോകുന്നു. ഒരുപക്ഷെ അവരവരുടെ ആ ഒരു പർട്ടിക്കുലർ ഡൊമിസൈലും അവരുടെ കറക്റ്റ് ആയിട്ടുള്ള കോട്ടയും അവർക്ക് കിട്ടാൻ പോസിബിലിറ്റി ഉള്ള കോളേജിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കിട്ടുമായിരുന്ന പല കുട്ടികൾക്കും കിട്ടാതെ പോകുന്ന കാരണങ്ങളെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഈ ഒരു അഡ്മിഷൻ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് നമ്മളെങ്ങനെ തിരഞ്ഞെടുക്കാം, കോളേജുകളെ നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതിന്റെ ചോയ്സ് ഫില്ലിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് ബേസിക്കലി നീറ്റിൽ കിട്ടിയിട്ടുള്ള മാർക്ക് അതിനനുബന്ധിച്ചിട്ടുള്ള നമ്മുടെ റാങ്ക് ഉണ്ടായിരിക്കും. ആ റാങ്ക് വെച്ചിട്ടാണ് നമ്മൾ ബേസിക്കലി ചോയ്സ് ഫില്ലിംഗിലേക്ക് പോകേണ്ടത്. ചോയ്സ് ഫില്ലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പ്രീവിയസ് ഇയേഴ്സിന്റെ ഡാറ്റകൾ
സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഏതൊക്കെ സംസ്ഥാനങ്ങളിലെ ഏതൊക്കെ കോട്ടയിലാണ് ഇവർക്ക് സീറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത്. അവർക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഓപ്പൺ ഡൊമിസൈൽ ആയിട്ടുള്ള സ്റ്റേറ്റുകളിൽ അപ്ലൈ ചെയ്യാൻ ചാൻസ് ഉണ്ടോ, ഇനി കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ അപ്ലൈ ചെയ്യാൻ ചാൻസ് ഉണ്ടോ. ഇതിൽ 3 തരത്തിലുള്ള കോളേജുകൾ പ്രധാനമായിട്ട് ഉണ്ടാവുക. ഒന്ന് ഗവൺമെന്റ് കോളേജസ് ആണ് ഉണ്ടാവുക, 2 പ്രൈവറ്റ് കോളേജസ് സെൽഫ് ഫൈനാൻസിംഗ് എന്ന് പറയുന്ന പ്രൈവറ്റ് കോളേജുകൾ, 3 എന്ന് പറയുന്നത് ഡീംഡ് കോളേജസ്. അപ്പൊ ഈ 3 കോളേജിൽ നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കേരള അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5,000 റുപ്പീസ് നമ്മൾ ബേസിക്കലി ഒരു കോഷൻ ഡെപ്പോസിറ്റ് കെട്ടിവെക്കണം. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ആണെങ്കിൽ 10,000 കെട്ടിവെക്കണം. ഞാൻ പറഞ്ഞത് ജനറൽ കാറ്റഗറി പറയുന്നത്. SC ആണെങ്കിൽ അതിന്റെ പകുതി എമൗണ്ട് ആണ് ഏകദേശം വരുന്നത്. അതുപോലെ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ കെട്ടിവെക്കണം. ഇതൊരു കോഷൻ ഡെപ്പോസിറ്റ് പോലെയാണ്. നമുക്ക് ബേസിക്കലി അഡ്മിഷൻ പ്രോസസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ തിരിച്ചു കിട്ടും. ഇൻ കേസ് നമ്മൾ മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് എക്സിറ്റ് ആവണം. എക്സിറ്റ് ആയാൽ മാത്രമേ നമുക്ക് പൈസ തിരിച്ചു കിട്ടുള്ളൂ. എക്സിറ്റ് ആയി കഴിഞ്ഞാൽ പൈസ കിട്ടും. അപ്പൊ ഇതൊക്കെ എക്സിറ്റ് സമയങ്ങളുണ്ട്. നമ്മൾ ഓരോ സ്റ്റേജ് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് എക്സിറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടത്തില്ല. നമുക്ക് സ്റ്റേജ് ഇപ്പോൾ കൗൺസിലിംഗിന് 4 സ്റ്റേജുകളുണ്ട്. റൗണ്ട് 1, 2, 3 പിന്നെ മോപ്പ് അപ്പ് റൗണ്ട് എന്ന് പറയുന്നത് 4th റൗണ്ട്. ഈ റൗണ്ടുകളെല്ലാം കഴിഞ്ഞിട്ട് എക്സിറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈസ തിരിച്ചു കിട്ടില്ല. അപ്പൊ നമ്മൾ ഈ പൈസ നമ്മൾ കൊടുക്കുന്ന പൈസ തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണ് എക്സിറ്റ് ആവണമെന്ന് തീരുമാനിക്കണം. തീരുമാനിച്ചിട്ട് നമ്മൾ റൗണ്ട് 2ന്റെ ഉള്ളിൽ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ പൈസ തിരിച്ചു കിട്ടും. റൗണ്ട് 3 കഴിഞ്ഞിട്ട് നമ്മൾ എക്സിറ്റ് ആയിട്ടില്ലെങ്കിൽ 4th റൗണ്ടിൽ നമുക്ക് ഏത് കോളേജാണോ കിട്ടുന്നത് നിർബന്ധമായിട്ടും ആ കോളേജ് എടുത്തേ തീരൂ. ഈ പൈസ റീഫണ്ട് കിട്ടില്ല. അപ്പൊ നിങ്ങൾക്കൊരു എക്സ്പേർട്ട് ഗൈഡൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കോളേജിൽ ചൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അപ്പം ഇതിനകത്ത് 60 ലക്ഷം രൂപ പെർ ഇയറിൽ കോസ്റ്റ് വരുന്ന മെഡിക്കൽ കോളേജുകൾ ഇന്ത്യയിലുണ്ട്. ആ സമയത്ത് 5,000 രൂപ പെർ ഇയറിൽ വരുന്ന മെഡിക്കൽ കോളേജുകളുണ്ട്. അപ്പൊ അതിന്റെ ഡിഫറൻസ് വലിയ ഡിഫറൻസ് ആണെന്ന് അറിയാലോ. ഏകദേശം 5 വർഷത്തോളമാണ് നമ്മുടെ നാട്ടിലത്തെ മെഡിക്കൽ വിദ്യാഭ്യാസം നടക്കുന്നത്. ഒരു വർഷം 60 ലക്ഷം എന്ന് പറയുമ്പോൾ വലിയ എമൗണ്ട് ആയി. ഒരു വർഷം 5,000 എന്ന് പറയുമ്പോൾ വളരെ ചെറിയ എമൗണ്ട് ആണ്. അപ്പോൾ നമ്മളുടെ മാർക്ക്, നമ്മളുടെ കോട്ട, ഡൊമിസൈല് ഇത് വെച്ച് നോക്കിയിട്ട് നമുക്ക് എവിടെയാണ് കിട്ടാൻ പോസിബിലിറ്റി എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരുന്നിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. ഒരു പക്ഷേ റൗണ്ട് 1 കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റൗണ്ട് 2 നമ്മൾ ഓപ്ഷൻസ് മാറ്റി കൊടുക്കണം. റൗണ്ട് 3 നമുക്ക് ഓപ്ഷൻസ് മാറ്റി കൊടുക്കണം. ഇതെല്ലാം ഞാൻ പറയുന്നത് MBBSന്റെ മാത്രമാണ്. MBBS കൂടാതെ BDS, വെറ്റിനറി സയൻസ് പോലത്തെ നിരവധി ആയുർവേദ പോലത്തെ നിരവധി മേഖലകൾ വീണ്ടും ഉണ്ട്. ഈ മേഖലയ്ക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. 4th റൗണ്ടിൽ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ അലോട്ട്മെന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് സെഗ്മെന്റ് ആയാലും ഗവൺമെന്റ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ഡീംഡ് ആണെങ്കിലും നിർബന്ധമായിട്ട് നമ്മൾ ആ ഓപ്ഷൻ എടുത്തിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് കടക്കാനായിട്ട്. ഇപ്പോൾ ഈ കൗൺസിലിംഗ് നടക്കുന്ന സമയങ്ങളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇത്തരം നിർദ്ദേശങ്ങൾ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടോ അവർക്ക് ഈ പറയുന്ന ഈ അഡ്മിഷൻ സമയത്ത് ബുദ്ധിമുട്ടുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകുന്നതായിട്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്? ഉണ്ട്, ധാരാളം. ഞാൻ അതാ പറഞ്ഞത്, പല കുട്ടികൾക്കും കിട്ടാൻ സാധ്യതയുള്ള കുട്ടികൾക്ക് പോലും അഡ്മിഷൻ കിട്ടാത്തതിന്റെ കാരണം അവർക്ക് അറിയില്ല എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. അല്ലെങ്കിൽ എങ്ങനെയാണ് സാറിന് സൂചിപ്പിച്ച പോലെ തന്നെ ചോയ്സ് ഫില്ലിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഈ ചോയ്സ് ഫില്ലിങ് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാവാത്തത് കൊണ്ട് ഒരു പക്ഷേ കേരളത്തിലൊക്കെ അഡ്മിഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 550ന്റെ മുകളിൽ സ്കോറുള്ള കുട്ടികൾക്ക് മാത്രമേ ഒരു കേരളത്തിൽ കിട്ടാനായിട്ട് ചാൻസ് ഉള്ളൂ. കേരളത്തിൽ ഏകദേശം ഒരു 30ഓളം കോളേജുകളാണ് ഉള്ളത്. അതിലെല്ലാം കൂടി ഏകദേശം ഒരു 5,000 സീറ്റിന്റെ അടുത്താണ് ഉണ്ടാവുക. അപ്പോൾ 5,000 സീറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനറലും റിസർവേഷനും കഴിഞ്ഞിട്ട് കിട്ടുന്ന സീറ്റുകളുണ്ടായിരിക്കും. അതിൽ തന്നെ 15% സെൻട്രൽ ഗവൺമെന്റിന്റെ കോട്ടയാണ്. ബാക്കി 85% കേരള സ്റ്റുഡൻസിന് കിട്ടുന്നത്. അപ്പം കേരള സ്റ്റുഡൻസിന്റെ കേസിൽ ഏകദേശം അവർക്ക് ഏകദേശം 2,000 സീറ്റുകളൊക്കെയാണ് കേരളത്തിൽ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉള്ളൂ മെറിറ്റിലെ. ബാക്കിയുള്ള ഫീസുകളൊക്കെ കേരളത്തിൽ മെറിറ്റ് ഫീസ് ആയിരിക്കില്ല, നമ്മുടെ കേരളത്തിലത്തെ മാനേജ്മെന്റിന്റെ ഒരു ഫീസ് ആയിരിക്കും കുട്ടിക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പം കേരളത്തിൽ തന്നെ അപ്ലൈ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവര് മാർക്കിന്റെ കാര്യത്തിൽ നല്ല മാർക്ക് ഉണ്ടായിരിക്കണം. അത് കുറവാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ഡൊമിസൈലായിട്ടുള്ള സ്റ്റേറ്റിൽ അന്വേഷിച്ചിട്ട് അവിടെ അപ്ലൈ ചെയ്താലേ കിട്ടുള്ളൂ. പല കുട്ടികളും ഈ പറയുന്ന ആസാം, ബീഹാർ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുന്നു. ഈ സ്ഥലങ്ങളിലൊന്നും അവിടുത്തെ കുട്ടികൾക്ക് പോലും അഡ്മിഷൻ കിട്ടുന്നില്ല. കാരണം അവിടെ ഏകദേശം അവരുടെ ഈ പറയുന്ന ഈ SC ST അല്ലെങ്കിൽ അങ്ങനത്തെ സെഗ്മെന്റിന് 60% മേളിലാണ് അവിടെ തന്നെ അലോട്ട്മെന്റ്. അവിടുത്തെ കുട്ടികൾക്ക് തന്നെ കൊടുക്കാൻ ചാൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന ഒരു ഗൈഡൻസോട് കൂടിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സദേൺ സ്റ്റേറ്റുകളിൽ ഇപ്പോൾ നമ്മുടെ പോണ്ടിച്ചേരി, തമിഴ്നാട്, കർണാടക പോലത്തെ അല്ലെങ്കിൽ തെലങ്കാന, ആന്ധ്രാപ്രദേശ് പോലത്തെ സ്ഥലങ്ങളിൽ കിട്ടാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. സാറേ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇത് വളരെ ചെലവേറിയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ നമ്മുടെ ഈ MBBS പഠനത്തിന് കേരളത്തിലും പുറത്തുമുള്ള ഫീസ് എങ്ങനെയാണ്? അതിനെ പറ്റിയിട്ടൊന്നും ഇതിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുള്ള ഫീസിനെക്കാട്ടും ഉപരിയായിട്ട് ഇന്ത്യയുടെ മൊത്തത്തിൽ സിസ്റ്റം പറയുന്നതായിരിക്കും നല്ലതായിരിക്കും. ഇതില് ചെലവേറിയ കോഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ആക്ച്വലി ഏറ്റവും ഞാൻ നേരത്തെ സൂചിപ്പിച്ച 5,000 രൂപയ്ക്ക് പഠിക്കാൻ പറ്റിയ കോളേജുകൾ ഇന്ത്യയിലുണ്ട്. ഓക്കെ, അപ്പോൾ ഓൺ ആവറേജ് പറയുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന 15% സീറ്റുകൾക്ക് ഏകദേശം ഓൺ ആവറേജ് ഒരു 25,000-30,000 ആണ് പെർ ഇയറിൽ ഫീസ് വരുന്നത്. 25,000-30,000 വരുന്നുള്ളൂ ഒരു വർഷത്തേക്ക് ഫീസ് വരുന്നുള്ളൂ. വളരെ ഇക്കോണമിക്കൽ ആയിട്ടുള്ളതാണ്. ഈ പറയുന്ന നമ്മൾ ഫീസ് കൊടുക്കുന്ന സർക്കാർ ഫീസ് കൊടുത്ത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ പറഞ്ഞ അലോട്ട്മെന്റിൽ വരുന്ന 15% സ്റ്റുഡൻസിന് വരുന്നത്
ഈ പറയുന്ന ഒരു 25,000-30,000 ഫീസ് വരുന്നുള്ളൂ. അത് ശരി. വളരെ എക്കണോമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ. ഇനി നമ്മൾ ഈ പറയുന്ന സെൽഫ് ഫൈനാൻസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജസ് എന്ന് പറയുന്ന കോളേജുകൾ, ഈ കോളേജുകളാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 ലക്ഷത്തിന്റെ റേഞ്ചിലാണ് പെർ ഇയർ ഫീസ് വരുന്നത്. ഓ. ഓക്കെ, ഇതിൽ തന്നെ 50% സീറ്റുകൾ ഗവൺമെന്റ് ഫീസിൽ കൊടുക്കാനായിട്ട് പല സംസ്ഥാനങ്ങളും തയ്യാറാണ്. ആ. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കേരളം തയ്യാറല്ല. കേരളത്തിലെ പ്രൈവറ്റ് കോളേജുകളിൽ ഈ പറയുന്ന പ്രൈവറ്റ് മാനേജ്മെന്റിന്റെ ഫീസ് തന്നെയാണ് വർക്കൗട്ട് ആവുന്നത്. ഈ മെറിറ്റ് സീറ്റിന് അതായത് 15% ഓൾ ഇന്ത്യ കോട്ടയിലെ സീറ്റിന് ഈ പറഞ്ഞ പോലെ 25,000-30,000 വരത്തുള്ളൂ. അത് കേരളത്തിൽ തന്നെയാണ് വാങ്ങിയത്. അതെ, ബാക്കി 80% സീറ്റിനും ഈ പറയുന്ന 8 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ പെർ ഇയറിന്റെ കോസ്റ്റ് അവിടെ വരും. ഒരു തമിഴ്നാട്ടിലാണെങ്കിൽ അതിൽ 50% കുട്ടികൾക്ക് അവർക്ക് ഈ ഗവൺമെന്റ് സീറ്റിൽ ഗവൺമെന്റിന്റെ റേറ്റ് ആയിട്ടുള്ള 25,000-30,000 അവർക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ബാക്കി 50% ആൾക്കാർക്ക് മാത്രമേ ഫുൾ ഫീസ് കൊടുക്കേണ്ട കാര്യങ്ങൾ വരുന്നുള്ളൂ. അത് ഓരോ സ്റ്റേറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസുകളാണ്. കാരണം കേരളത്തിൽ എനിക്കറിയാം ലൈക്ക് കുറെ അധികം കുട്ടികൾ പഠിക്കാനുണ്ട്, പക്ഷെ അത്രയധികം കോളേജുകളില്ല, അത്രയും സീറ്റുകളില്ല. അതുകൊണ്ട് മാനേജ്മെന്റിന് പൈസ ഇൻക്രീസ് ചെയ്ത് വന്നതായിരിക്കാം. എന്തായാലും അത് നമ്മളെ ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, അത് ഗവൺമെന്റ് തീരുമാനങ്ങളാണ്. ഇനി ഇതല്ലാതെ രണ്ടാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡീംഡ് കോളേജസ് ആണ്. ഡീംഡ് കോളേജസിൽ റേറ്റുകൾ ഏകദേശം ഒരു 15 ലക്ഷം മുതൽ 20 ലക്ഷം രൂപയ്ക്കാണ് കോളേജിന്റെ റേറ്റ് വരുന്നത്. 12 ലക്ഷമുള്ള കോളേജുകളുണ്ട് പെർ ഇയറിന്റെ കോസ്റ്റ് വരുന്നത്. നമ്മുടെ അമൃതയൊക്കെ ഡീംഡിൽ വരുന്നതാണ്. കേരളത്തിൽ അമൃത മാത്രമേ ഉള്ളൂ ഡീംഡ് ആയിട്ടുള്ളത്. ഇന്ത്യയിൽ ധാരാളം ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്. ഇനി വരുന്നത് ഇതിന്റെ ഈ കോളേജുകളൊക്കെ തന്നെയാണെങ്കിലും ഇതിലൊക്കെ NRI സീറ്റുകളും അവൈലബിൾ ആണ്. NRI സീറ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ മാർക്ക് വലിയൊരു ഘടകമല്ല. പെർ ഇയർ ഫീസ് ഒരു 20 lakhs പ്ലസ് ആണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനത്തെ കോളേജുകളിൽ നമുക്ക് ഒരു പക്ഷേ അഡ്മിഷൻ എടുക്കാനായിട്ട് മാർക്ക് കുറഞ്ഞ കുട്ടികളാണെങ്കിലും ഈ പറഞ്ഞ ഫീസ് കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്തും എല്ലായിടത്തും സീറ്റുകൾ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബേസിക്കലി നീറ്റ് നിങ്ങൾ ക്വാളിഫൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര കുറഞ്ഞ മാർക്കുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ തന്നെ പഠിക്കാൻ അവസരങ്ങളുണ്ട്. അത് 20 ലക്ഷം കൊടുത്ത് പഠിക്കണോ 5,000 രൂപ കൊടുത്ത് പഠിക്കണോ എന്നുള്ളത് നിങ്ങളുടെ നീറ്റ് സ്കോറിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. നിങ്ങളുടെ പ്രോപ്പറായിട്ട് ചോയ്സ് ഫില്ലിംഗ് ചെയ്യുന്നതിന്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ടായിരിക്കാം. എങ്ങനെയാണ് നിങ്ങൾ ഈ മേഖലയിൽ നിങ്ങൾ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനോട് ഞങ്ങൾ ബേസിക്കലി ഒരു അഡ്മിഷൻ ഗൈഡൻസ് പ്രൊവൈഡേഴ്സ് ആണ്. നമ്മൾ അഡ്മിഷൻ ആർക്കും കമ്മിറ്റ് ചെയ്യുന്നില്ല. കാരണം ഇന്ത്യയിലത്തെ നിയമപ്രകാരം തന്നെ MBBSന്റെ അഡ്മിഷൻ എടുത്ത് കൊടുക്കാൻ പാടില്ല. നമുക്ക് അവർക്കുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് അഡ്മിഷൻ എടുത്ത് കിട്ടാനുള്ള പോസിബിലിറ്റീസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുട്ടികൾ അല്ലെങ്കിൽ പാരന്റ്സ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ എന്താണ് കുട്ടികളുടെ പാഷൻ, കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എൻട്രൻസ് കോച്ചിങ് ആവശ്യം വരും എന്നുള്ള കാര്യവും അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ക്രാഷ് കോഴ്സെങ്കിലും സജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. 2, അവർക്ക് നീറ്റിന്റെ എക്സാമിന്റെ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയങ്ങളുണ്ട്. അത് മിക്കവാറും ഒരു ജനുവരി ഫെബ്രുവരി സമയത്താണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ആ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ നമ്മൾ നേരത്തെ മൈനോറിറ്റി സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ഹാൻഡിക്യാപ്പ് സർട്ടിഫിക്കറ്റുകൾ ഈ സർട്ടിഫിക്കറ്റിലൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ആ സമയത്ത് ഇതിന്റെയൊക്കെ പിന്നാലെ കുട്ടികൾ ഓടുന്ന സമയമായിരിക്കും. അവർക്ക് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയങ്ങളാണ്. ഒരു പക്ഷേ അവർക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സർവീസ് കൊണ്ട് ചെയ്തു കൊടുക്കാം. നമുക്ക് അവരുടെ നീറ്റിന്റെ അപ്ലിക്കേഷൻ ചെയ്തു കൊടുക്കാം. അതിനുശേഷം ഏകദേശം മെയിലാണ് എക്സാം നടക്കുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം എക്സാം കഴിഞ്ഞ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ റിസൾട്ട് അനലൈസ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള ചോയ്സ് ഫില്ലിംഗ് നേരത്തെ പറഞ്ഞ MCC പോർട്ടൽ, സെൻട്രൽ ഗവൺമെന്റിന്റെ പോർട്ടൽ, പിന്നീട് ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോഴാണ് സ്റ്റേറ്റിന്റെ ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റേറ്റിന്റെ കൗൺസിലിംഗ് പ്രോസസ് നമുക്ക് അവർക്ക് ചോയ്സ് ഫില്ലിംഗ് ചെയ്ത് കൊടുക്കാം. ഇതിനുശേഷം അവർക്ക് ഒരു അഡ്മിഷൻ കിട്ടുന്നു. അഡ്മിഷൻ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിൽ അഡ്മിഷൻ ആയി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല. നമ്മൾ നേരിട്ട് ആ കോളേജിൽ പോയിട്ട് നമ്മളുടെ ഡോക്യുമെന്റ്സ് കൊടുത്ത് നമ്മൾ അഡ്മിഷൻ അവിടെ നിന്ന് മേടിക്കണം. ആ ഒരു പ്രോസസ്സിന് ഒരുപക്ഷെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നമ്മുടെ സഹായം ആവശ്യമൊന്നും വരില്ല. അല്ല കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഒപ്പം പോകുന്നു. ഇന്ന കോളേജുകളിൽ പോയിട്ട് അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നു. കാരണം കുറെ ഡോക്യുമെന്റ്സുകൾ അഡ്മിഷൻ ഓഫീസർമാർ ചോദിക്കും. ഈ രംഗം അറിയാമല്ലോ, വളരെ കോമ്പറ്റീവ് ആയിട്ടുള്ള എൻട്രൻസും സംഭവങ്ങളും മാർക്കും ഒക്കെ സെൻസിറ്റീവ് ആയിട്ട് കാര്യങ്ങളായിട്ടുള്ള കാരണം എങ്ങനെയെങ്കിലും ഒരാളുടെ അഡ്മിഷൻ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യൂവിൽ പറയുന്ന നിൽക്കുന്ന അഡ്മിഷൻ ആണ്. അപ്പോൾ അത് കാരണം അഡ്മിഷൻ മിസ്സാക്കാൻ ചിലപ്പോൾ അവിടുത്തെ അഡ്മിഷൻ ഓഫീസർ ശ്രമിച്ചേക്കാം. അപ്പോൾ നമ്മളെ പോലത്തെ കുറച്ചൊന്നും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും കൂടി ഉണ്ടാവുകയും ഈ ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്യുകയും ചില സമയത്ത് അവിടെ എത്തുന്ന സമയത്ത് അവർ 1-2 അഫിഡവിറ്റുകൾ ചോദിക്കും. സ്റ്റാമ്പ് പേപ്പറിൽ വേണമെന്ന് പറയും. ആന്റി റാഗിങ്ങിനെ അല്ലെങ്കിൽ അടുത്ത വർഷം ഫീസ് കൂട്ടുകയാണെങ്കിൽ ഒബ്ജക്ഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഫിഡവിറ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ അഫിഡവിറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടും അതിന്റെ ഡോക്യുമെന്റേഷൻ നോട്ടറി ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളവിടെ പ്രിപ്പയർഡ് ആയിരിക്കും. നമുക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ബന്ധങ്ങളുള്ള കാരണം നമുക്കത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതല്ലാതെ തന്നെ കുട്ടി ഒരു കേരളത്തിലേക്ക് വന്ന് ലോട്ടറി ചെയ്ത് തിരിച്ച് അവർ ബാംഗ്ലൂരിലേക്കോ അല്ലെങ്കിൽ ആന്ധ്രയിലേക്കോ എത്ര സമയമായിരിക്കും അവർ അലോട്ട്മെന്റ് സമയം കഴിഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ നമ്മളുടെ ഒരു സ്റ്റാഫ് ഈ പറയുന്ന കുട്ടികളും പാരന്റ്സിനൊപ്പം ഈ പറഞ്ഞ കോളേജിലേക്ക് വരാൻ തയ്യാറാണ്. നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ് അതുകൊണ്ട് നിങ്ങൾക്ക് കോളേജ് അഡ്മിഷൻ മേടിച്ച് തന്നിട്ട് നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആവുന്നു. നമ്മുടെ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഒരു നീറ്റ് പ്രിപ്പറേഷന്റെ കാര്യങ്ങൾ മുതൽ ഇവർക്ക് ഇന്ത്യയിലത്തെ കോളേജുകളിൽ അഡ്മിഷൻ മേടിച്ച് കൊടുത്ത് അവിടെ നിന്ന് അഡ്മിഷൻ ലെറ്റർ മേടിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. ആ ഒരു മൊത്തം പ്രോസസ്സുമാണ് നമ്മൾ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുക. നമുക്ക് MBBS എന്ന് പറയുന്ന സ്വപ്നം നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് നമ്മുടെ കുഞ്ഞനുജന്മാരും അനുജത്തിമാരും വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അധികം നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല.
ഈ ഡോക്ടർ ആകാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ നീറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു കടമ്പ കടക്കണം, അതിനുശേഷം വരുന്ന കൗൺസിലിങ്ങുകൾ, ഇതൊക്കെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ചോയ്സ് ഫില്ലിംഗ്. ഈ പ്രക്രിയ കടന്ന് MBBS പരീക്ഷ പാസ്സായി ഡോക്ടർ ആവുക എന്നുള്ള സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ചാലക്കുടിയിലെ ഒരു സ്ഥാപനമാണ്, വിദ്യാഭ്യാസ സ്ഥാപനമാണ് എഡ്യൂഫ്ലൈ എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. ചാലക്കുടി ആനമല ജംഗ്ഷനിലുള്ള സ്വർണ്ണം ആർക്കേഡിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഡോക്ടർ ആവുക എന്നുള്ള സ്വപ്നം കൊണ്ട് കിടക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഈ എഡ്യൂഫ്ലൈ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങളെ സഹായിക്കാൻ, ഇരു കൈകളും നീട്ടി നിങ്ങളെ സഹായിക്കാൻ എഡ്യൂഫ്ലൈ നിങ്ങൾ കൂടെയുണ്ട്. ഇത്രയും നേരം ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിലയേറിയ നിർദ്ദേശങ്ങൾ നൽകിയ ഡോക്ടർ ജോസഫ് തരകന് JFS മീഡിയയുടെ നന്ദി. നമസ്കാരം.